അല്ലേ? നമിച്ചു മാഷ്. അപ്പം സർവശക്തിയുടെ ഒരു മഹാപ്രവാഹമാണ് ഇവിടെ ഒഴുക്കിയത്. ആ പ്രവാഹത്തിലൂടെ ഞങ്ങളിങ്ങനെ നീന്തി തുടിക്കുകയായിരുന്നു. ഒത്തിരി ഒത്തിരി നന്ദി പറയാൻ വാക്കുകളിൽ അത്രയും നന്ദിയുണ്ട്. മാനവികത എന്താണെന്ന് വളരെ കൃത്യമായി ആസ്വാദനത്തോടെ നമ്മിലേക്ക് എത്തിച്ചു. ഇനി ഇത് അവസാനിക്കുന്നതിന് മുമ്പ് സുധീഷ് ചന്ദ്രൻ്റെ ഒരു കവിത. ഇനി ഒരു കവിതയുടെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. അത്രയ്ക്കേറെ മനസ്സ് നിറച്ച മാനവികതയിലൂന്നിയ കവിയും വർത്തമാനവും നമ്മൾ കേട്ടു. ഒരുപാട് ഈ ക്യാമ്പിൽ വന്നതിൻ്റെ ദിനങ്ങൾ അർത്ഥവത്തമാകുന്ന രീതിയിലാണ് ഓരോ നിമിഷവും കടന്നു പോകുന്നത്. വളരെ നന്ദിയുണ്ട് മാഷെ, ജയകുമാർ മാഷക്കും ഒരുപാട് നന്ദി. ഞങ്ങൾ ഒരു 5-10 കൊല്ലം മുമ്പ് എഴുതിയ ഒരു സമര കവിതയാണ്. ഞാനും കൃഷ്ണനൊക്കെ ഞങ്ങളുടെ നാട്ടിലത്തെ വയൽ നശിപ്പിക്കുന്നതിനെതിരെ ഞാൻ എഴുതിയ ഒരു സമര പാട്ടാണ്. മണ്ണേ ഞങ്ങള് നിക്കണതാ ഇരുട്ടിയ പാടത്ത് പെണ്ണേ നമ്മക്ക് പാടണ്ടേ വിണ്ണേ ഒരു ജനമൊട്ടിയ കതിരുകൾ തലയാട്ടണ കാലം, ചിരിമണികളുതിർന്നൊരു കാലം. കതിരുകൾ തലയാട്ടണ കാലം, ചിരിമണികളുതിർന്നൊരു കാലം. കരിവളകളിലരിവാൾ തട്ടി കളി പറയണ കൊയ്ത്തുകാലം. കരിവളകളിലരിവാൾ തട്ടി കളി പറയണ കൊയ്ത്തുകാലം. മണ്ണേ ഞങ്ങള് നിക്കണതാ പെണ്ണേ നമ്മക്ക് പാടണ്ടേ. കുന്നിടിച്ചു മരവും വെട്ടി ചെന്നിരിക്കാൻ തണലിന്നെവിടെ. കുന്നിടിച്ചു മരവും വെട്ടി ചെന്നിരിക്കാൻ തണലിന്നെവിടെ. നിലവിളികളിലൊരു കുഞ്ഞിൻ വിളി പലതായി കേൾക്കണല്ലോ. നിലവിളികളിലൊരു കുഞ്ഞിൻ മുഖം പലതായി കാണണല്ലോ. മണ്ണേ പാടണ്ടേ. വയലേല കുഴിച്ചു കടത്തി മണലൂറ്റിപ്പുഴയെ കൊന്നു. വയലേല കുഴിച്ചു കടത്തി മണലൂറ്റിപ്പുഴയെ കൊന്നു. നാളുകളിൽ നമ്മൾ പറയും ഈ മണ്ണ് നമ്മുടെ മണ്ണ്. നാളുകളിൽ നമ്മൾ പാടും ഈ ചേറ് നമ്മുടെ ചോറ്. നാളുകളിൽ നമ്മൾ പാടും ഈ ചേറ് നമ്മുടെ ചോറ്. മണ്ണേ ഞങ്ങള് നിക്കണതാ ഇരുട്ടിയ പാടത്ത് പെണ്ണേ നമ്മക്ക് പാടണ്ടേ.
വിണ്ണേ ഒരു ജനപൊട്ട്യ ഒരു ജനപൊട്ട്യ ഒരു ജനപൊട്ട്യ